അങ്ങനെ ഇപ്പോൾ കോസ്മിക് ഗോസ്റ്റ് റൈഡറിൻ്റെ 4ാം ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇതിന് മുമ്പുള്ള പാർട്സ് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്കിപ്പോൾ ആ കഥയിലേക്ക് പോകാം. ഇപ്പോൾ ഒരു മാസം മുമ്പ് സ്പേസിൽ നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ സ്പേസിലുള്ള ഒരു ഷിപ്പ് അവിടെയുള്ള ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് കയറുവാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ സ്പേസ് ഷിപ്പിലുള്ളത് 2 സ്മഗ്ലേഴ്സാണ്. അങ്ങനെ അവർ രണ്ടും തന്നെ പിടിക്കുവാനായി വരുന്ന സ്പേസ് പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാനാണ് ആ സ്പേസ് ഷിപ്പ് ഓടിച്ച് ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്പേസ് ഷിപ്പുമായി ബ്ലാക്ക് ഹോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ക്രിമിനൽസിൻ്റെ ഷിപ്പിൽ ഇപ്പോൾ നമ്മുടെ ഗോസ്റ്റ് റൈഡർ വരികയാണ്. ഗോസ്റ്റ് റൈഡർ വന്നിരിക്കുന്നത് ആ ക്രിമിനൽസിനെ ജീവനോടെ പിടിക്കുവാനല്ല, പകരം അവരുടെ ജീവൻ എടുക്കുവാനാണ്. കാരണം ഈ സ്മഗ്ലേഴ്സ് രക്ഷപ്പെടുവാൻ നേരം ഒരുപാട് ആളുകളെ കൊന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ക്രിമിനൽസിനെ എല്ലാം കൊല്ലാനാണ് ഗോസ്റ്റ് റൈഡർ അവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഗോസ്റ്റ് റൈഡറിനെ കണ്ടതും അപ്പോൾ തന്നെ ആ ക്രിമിനൽസ് ഗോസ്റ്റ് റൈഡറിനെ അറ്റാക്ക് ചെയ്യുവാൻ നോക്കും. പക്ഷേ ക്രിമിനൽസിൻ്റെ അറ്റാക്ക് ഒന്നും ഗോസ്റ്റ് റൈഡറിൻ്റെ ദേഹത്ത് ഏൽക്കുന്നൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ സ്പേസ് ഷിപ്പിൽ അവരെല്ലാം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കെ ആ സ്പേസ് ഷിപ്പ് അവിടെയുള്ള ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് കയറിയതും ആ സ്മഗ്ലേഴ്സിനും ഗോസ്റ്റ് റൈഡറിനും എന്തൊക്കെയോ സംഭവിക്കുകയാണ്. ആ സ്പേസ് ഷിപ്പ് പൊട്ടിത്തെറിച്ച് ഇല്ലാതെയാകുന്നു. അതിൻ്റെ കൂടെ ക്രിമിനൽസും ചാകുന്നു. ഗോസ്റ്റ് റൈഡറിന് കാര്യമായി എന്തൊക്കെയോ സംഭവിക്കുകയാണ്. പുള്ളിക്കാരൻ നല്ല വേദനയെടുത്ത് കരയുകയാണ് അവിടെ. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞുപോയ ഈ കാര്യം സ്വപ്നം കണ്ട് നേരത്തെ ബോധം കെട്ടുപോയ നമ്മുടെ ഫ്രാങ്ക് എഴുന്നേറ്റ് തനിക്ക് അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം വോൾക്കരിയോടും ബാക്കിയുള്ളവരോടും പറഞ്ഞിട്ട് ആ ബ്ലാക്ക് ഹോള് കാരണമുണ്ടായ തൻ്റെ ക്ലോണാണ് ആ 2ാമത്തെ ഗോസ്റ്റ് റൈഡർ എന്ന് ഫ്രാങ്ക് എല്ലാവരോടും പറഞ്ഞ് മുന്നോട്ട് നോക്കിയതും അവിടെ ആ 2ാമത്തെ ഗോസ്റ്റ് റൈഡർ ബോധം കെട്ട് കിടക്കുന്നത് കണ്ട് ഫ്രാങ്ക് ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ തന്നെ ഇതെന്താണ് സംഭവമെന്ന് ഫ്രാങ്ക് മറ്റുള്ളവരോട് ചോദിച്ചതും അന്നേരം തന്നെ വോൾക്കരി നിനക്ക് സംഭവിച്ചതുപോലെ തന്നെ ഇവനും ബോധം കെട്ട് ഇവിടെ അടുത്തുള്ള ഒരു മുറിയിൽ കിടക്കുകയായിരുന്നുവെന്നും വോൾക്കരി ഫ്രാങ്കിനോട് പറയുന്നു. അങ്ങനെ ഇപ്പോൾ 2ാമത്തെ ഗോസ്റ്റ് റൈഡർ തൻ്റെ ക്ലോണാണെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഫ്രാങ്കിനോട് ഇത് നിന്റെ ക്ലോൺ അല്ല എന്നാണ് തനിക്ക് തോന്നുന്നതെന്നും ഇത് നിന്റെ വ്യക്തിത്വത്തിൻ്റെ അഥവാ ഐഡൻറ്റിറ്റിയുടെ പൂർണ്ണമാകാത്ത ഒരു മൂലകമായിരിക്കുമെന്ന് ആക്സൽ ഫ്രാങ്കിനോട് പറഞ്ഞതും നീ എന്തൊക്കെയായി പറയുന്നതെന്നും ഒന്ന് തെളിച്ചു പറയുവാൻ ഫ്രാങ്ക് ആക്സലിനോട് പറഞ്ഞതും ഇപ്പോൾ തന്നെ ആക്സൽ താൻ പറഞ്ഞതിൻ്റെ അർത്ഥം നല്ല രീതിയിൽ ഫ്രാങ്കിനും മറ്റുള്ളവർക്കും വിശദീകരിച്ച് ആക്സൽ കൊടുക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ അന്ന് ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ വീണ ഫ്രാങ്കിൻ്റെ ഉള്ളിലുള്ള പലതരം ഫീലിങ്സ് വേർതിരിച്ച് പുറത്തു വന്ന് ഫ്രാങ്കിൻ്റെ രൂപത്തിൽ മാറിയതാണെന്നും എന്ന് വെച്ചാൽ ദേഷ്യം, സ്നേഹം, പേടി എന്ന് തുടങ്ങിയ ഫ്രാങ്കിൻ്റെ ഉള്ളിലുള്ള ഫീലിങ്സ് ഏതെങ്കിലും ഒന്ന് അന്ന് ബ്ലാക്ക് ഹോള് കാരണം ഫ്രാങ്കിൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് മറ്റൊരു ഫ്രാങ്കായി മാറിയതായിരിക്കും ഈ 2ാമത്തെ ഗോസ്റ്റ് റൈഡർ എന്നും മാത്രമല്ല വേർപെട്ട് നിൽക്കുന്നത് കൊണ്ടാണ് 2 പേർക്കും ഇടയ്ക്കിടെ ഇങ്ങനെ പവേഴ്സ് പോകുന്നതെന്നും ബോധം കെടുന്നതെന്നുമാണ് ആക്സൽ പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ അതെല്ലാം കേട്ട് അവിടെ നിൽക്കുന്ന ഫ്രാങ്കിനെ ഇപ്പോൾ 2ാമത്തെ ഗോസ്റ്റ് റൈഡർ അറ്റാക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ആ 2ാമത്തെ ഗോസ്റ്റ് റൈഡർ എഴുന്നേറ്റ് ഒരു കാര്യവുമില്ലാതെ ഫ്രാങ്കിനെ അറ്റാക്ക് ചെയ്യുകയാണ്. വോൾക്കരി 2ാമത്തെ ഗോസ്റ്റ് റൈഡറിനെ തടഞ്ഞ് അവനെ സമാധാനത്തിൻ്റെ വഴിയിൽ കൊണ്ടുവരാൻ നോക്കുന്നുണ്ടെങ്കിലും അവളുടെ അമ്മൂമ്മയുടെ ഒരു സമാധാനത്തിൻ്റെ വഴിയെന്നും പറഞ്ഞ് ഗോസ്റ്റ് റൈഡർ വോൾക്കരിയെ കൊല്ലാൻ പോയതും അപ്പോൾ തന്നെ ഫ്രാങ്ക് ചാടിച്ചെന്ന് ഗോസ്റ്റ് റൈഡറിനെ തടയുന്നു. ഇതേ സമയം ആ മോണാർക്ക് എന്ന ബൗണ്ടി ഹണ്ടർ ഈ ഫ്യൂലിംഗ് സ്റ്റേഷൻ്റെ പുറത്ത് തൻ്റെ ഷിപ്പുമായി ഗോസ്റ്റ് റൈഡറിനെ പിടിക്കുവാനായി വന്ന് നിൽക്കുന്നുമുണ്ട്. അങ്ങനെ അവിടെ നിൽക്കെ ഇപ്പോൾ ഫ്യൂലിംഗ് സ്റ്റേഷൻ്റെ പുറത്ത് വന്ന് അടികൂടുന്ന നമ്മുടെ ഒറിജിനൽ ഗോസ്റ്റ് റൈഡറിനെയും 2ാമത്തെ ഗോസ്റ്റ് റൈഡറിനെയും കണ്ടതും 2 കോസ്മിക് ഗോസ്റ്റ് റൈഡേഴ്സ് ഇപ്പോൾ ഉണ്ടെന്ന കാര്യം കണ്ട് മോണാർക്ക് അത്ഭുതപ്പെടുകയാണ്. അങ്ങനെ ഇതേ സമയം സ്പേസിൽ ഫൈറ്റ് ചെയ്യുന്ന 2 ഗോസ്റ്റ് റൈഡേഴ്സും നിൽക്കുന്നിടത്ത് ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടാകുകയാണ്. ആ ബ്ലാക്ക് ഹോളിൻ്റെ അകത്ത് നമ്മുടെ ഒറിജിനൽ ഫ്രാങ്ക് അകപ്പെടുന്നു. മറ്റേ 2ാമത്തെ ഗോസ്റ്റ് റൈഡറിനെ മോണാർക്ക് തൻ്റെ സ്പേസ് ഷിപ്പ് ഉപയോഗിച്ച് പിടിച്ച് സ്പേസ് ഷിപ്പിൻ്റെ അകത്ത് ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. കാരണം ഗോസ്റ്റ് റൈഡറിനെ ഷിയാറിലെ ഗവൺമെൻറ്റിന് ജീവനോടെ പിടിച്ചു കൊടുക്കാൻ വേണ്ടി മോണാർക്ക് കൊട്ടേഷൻ എടുത്തിരുന്നുവല്ലോ. അപ്പോൾ അവർക്ക് കൊടുക്കുവാൻ വേണ്ടിയാണ് 2ാമത്തെ ഗോസ്റ്റ് റൈഡറിനെ മോണാർക്ക് ബ്ലാക്ക് ഹോളിൽ വീഴാതെ രക്ഷിച്ചത്. ഇതേ സമയം ബ്ലാക്ക് ഹോളിൻ്റെ അകത്തേക്ക് വീണ ഒറിജിനൽ ഫ്രാങ്ക് ഒരു സ്ഥലത്ത് ചെന്ന് വീഴുന്നു. ആ സ്ഥലത്തെ ഒരു കാഴ്ച കണ്ട് ഫ്രാങ്ക് ഞെട്ടിപ്പോവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് ഇപ്പോൾ ഒരുപാട് ഗോസ്റ്റ് റൈഡേഴ്സ് നിൽക്കുന്നതും അവിടെ ഇരിക്കുന്നതും ഫ്രാങ്ക് കാണുന്നു. ഈ ഗോസ്റ്റ് റൈഡേഴ്സ് എല്ലാം ഫ്രാങ്കിൻ്റെ ശരീരത്തിൽ നിന്നും അന്ന് വേർപെട്ട പലതരത്തിലുള്ള ഫീലിങ്സ് ആണ്.